Hi friends, welcome back to my channel. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കി നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു 4 വലിയ സൈസ് ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു 4 എണ്ണം. കുറച്ച് മല്ലിയില ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കത് മസാല പുരട്ടി കൊടുക്കാം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3 സ്പൂണ് മുളക് പൊടി ഇട്ടെടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കാം. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ്. ഒരു 3 ചെറിയ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ നേരത്തെ അരച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളിന്റെ പേസ്റ്റ് ഇല്ലേ, അതൊരു ചെറിയ 3 സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഡയറക്റ്റ് ആയിട്ടാണ് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആ മസാല ഒരു കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഓൾറെഡി ചിക്കനിൽ വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ മസാല നല്ലതുപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് 1 മണിക്കൂറിലേക്ക് മാറ്റി വെക്കാം. നമുക്കിനി റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ തലശ്ശേരി സ്റ്റൈൽ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനൊരു 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2 വലിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കോൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളിന്റെ കളർ ഒന്ന് ചേഞ്ച് ആയി വന്ന ശേഷം നമുക്ക് അതിലേക്ക് പട്ടയും ബേ ലീഫും ഇട്ട് കൊടുക്കാം. ഞാനൊരു 3-4 പീസ് പട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3-4 പീസ് ബേ ലീഫും എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പെരിഞ്ജീരകം, കുരുമുളക് എല്ലാം മിക്സ് ഇല്ലേ, അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം. അതൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്ന കണക്കിന് വെള്ളം എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 3 ഗ്ലാസ് അരിക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കിയ ജീരകശാല അരി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അടച്ചു വെച്ചിട്ട് ചെറിയ സിമ്മിലിട്ടിട്ട് നമുക്ക് ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ നെയ്ച്ചോറിനൊക്കെ വേവിച്ചെടുക്കൂല, അതുപോലെ വേവിച്ചെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ബിരിയാണി ഫ്രൈ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നെന്ന്. അതിനു വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പിന്റെ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കോൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആദ്യം ഉള്ളി നമുക്ക് വറുത്ത് കോരി എടുക്കണം. ആ എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ചിക്കനും ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഉള്ളി ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഞാനൊരു ഈക്വൽ ആയിട്ട് ഒരു പകുതി ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പകുതി ഉള്ളി വറുത്ത് കോരിട്ട് എടുക്കുന്നുണ്ട്, പകുതി മസാല ഉണ്ടാക്കാനും മാറ്റി വെക്കുന്നുണ്ട്.
ഉള്ളി നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ വറുത്തെടുക്കണം. ഞാൻ എല്ലാ ഉള്ളിയും വറുത്ത് കോരിയെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ഉള്ളിയും ഞാൻ ഇതുപോലെ തന്നെ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ പകുതി ഉള്ളി മാത്രമേ വറുത്ത് കോരുന്നുള്ളൂ. ബാക്കി ഉള്ളി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. രണ്ടാമതിട്ട ഉള്ളിയും നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, അതും വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഞാൻ അതേ എണ്ണയിൽ തന്നെയാണ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഇനി ഓരോന്നായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കോൺഫ്ലോർ ഇട്ടുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും. പോരാത്തതിന് ഞാനിത് ഇരുമ്പിന്റെ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, അപ്പൊ നമുക്കിത് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. പൊതുവെ ഇരുമ്പിന്റെ ചീനച്ചട്ടിയിൽ നമ്മൾ ഈ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അത് അടിയിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കും. ഇതിപ്പോ ഉള്ളിയാന്ന് ആദ്യം വഴറ്റിയോണ്ട് നമുക്ക് അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ചിക്കൻ രണ്ട് ഭാഗത്തും തിരിച്ചിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ഞാൻ ഓരോന്നും പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ചിക്കൻ. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഞാൻ കോൺ ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ആ നേരത്തെ മാറ്റി വെച്ച ഉള്ളി ഇല്ല, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആവുന്നവരെ ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കണം. ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചിട്ടില്ല, അത് ബാലൻസ് വന്നിട്ടുള്ളത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മുളക് പൊടിയാണ് ഇട്ടെടുക്കുന്നത്. ഞാൻ കാശ്മീരി മുളക് പൊടി തന്നെയാണ് ഇട്ടെടുക്കുന്നത്. 2 വലിയ സ്പൂൺ ഇട്ടെടുക്കുന്നുണ്ട്. ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് ഗരം മസാല പൗഡർ ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ടെടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. പൊടിയുടെ പച്ചമണമൊക്കെ മാറിയ ശേഷം ഞാൻ ഒരു വലിയ സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇനി നേരത്തെ വറുത്ത് വെച്ച ഉള്ളിയില്ലേ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. ആ തക്കാളിയെല്ലാം നല്ലതുപോലെ ഉടഞ്ഞു വരുന്നവരെ ഒന്ന് വേവിച്ചു കൊടുക്കണം. തക്കാളിയെല്ലാം നല്ലപോലെ അത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 വലിയ സ്പൂണ് തൈര് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അധികം പുളിയില്ലാത്ത തൈരാണ് നല്ലത്, ഞാനത് എടുത്തിട്ടുള്ളത്. പുളിയുള്ള തൈരാകുമ്പം ബിരിയാണിക്ക് കുറച്ച് പുളിയായിരിക്കും. അത് മാത്രമല്ല നമ്മൾ തക്കാളിയും കൂടി ചേർക്കുന്നുണ്ടല്ലോ, എല്ലാം കൂടി നല്ല പുളിയായിപ്പോ. അപ്പം പുളിയില്ലാത്ത തൈര് ചേർക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നേരത്തെ പൊരിച്ചു വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മാത്രം ഇതൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ പുതിന ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ചിക്കന്റെ മസാല നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് സമയം ആവശ്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ റൈസും റെഡി ആയി വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കനിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ദമ്മ് വെക്കാം. ഞാൻ ലെയർ ആയിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഞാൻ ചിക്കന്റെ മുകളിൽ തന്നെയാണ് റൈസ് ഇട്ട് കൊടുക്കുന്നത്. ലെയർ ആയിട്ട് ചിക്കനും റൈസും വെച്ചിട്ട് ദമ്മ് അങ്ങനെയും വെച്ച് കൊടുക്കാം. ഇനി അതിന്റെ മുകളിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വരെ നമുക്ക് ദമ്മ് വെക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതൊന്ന് തുറന്നു നോക്കുന്നുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും. അത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ആ ബിരിയാണിക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഒനിയനും അതുപോലെ തന്നെ റൈസിൻസും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് തലശ്ശേരി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത പുതിയൊരു വെറൈറ്റി വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.